ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആഷ്മി നമ്മുടെ ഈ പള്ളി ഇതൊരു പ്രതീകമാണ് അല്ലേ? ഉറപ്പായും ചൂരമല പള്ളി ഈ പള്ളി ആണ് ഇവിടെ ആദ്യഘട്ടത്തിൽ വലിയ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഇവിടെ രക്ഷാദൌത്യത്തിന് എത്തിയവർക്ക് മാധ്യമപ്രവർത്തകർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കടച്ചിൽ നിന്ന് ഭക്ഷണം കൊണ്ട് ഇവിടെ വിതരണമായിരുന്നു. പോലീസുകാർക്കടക്കം ഈ പള്ളിയുടെ വാതിൽ തുറന്ന് എല്ലാവരും വിശ്രമിക്കുകയും ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ ബാക്കിലാണ് ആ ദിവസത്തെ ഈ പള്ളിയുടെ സേവനം. അത് എന്തായാലും അത് മറക്കാൻ കഴിയില്ല. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് കിടക്കുകയും ഇരിക്കാനും എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുത്തു. നമ്മൾക്കൊണ്ട് കഴിയുന്ന ബാത്റൂം ഇവിടെ ആർമി വന്നപ്പോ ബാത്റൂം ആർമി പള്ളിന് മുകളിലേക്ക് കിടക്കാൻ അപ്പൊ രാത്രി 24 hours ഇവിടെ ആളായിരുന്നു. അപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം എത്ര ഇവിടെ വൈദ്യുതി ഇല്ല. ഇവിടെ വൈദ്യുതി ഉണ്ട്. ഇപ്പൊ വൈദ്യുതി പള്ളിയിൽ വന്ന മുതൽ പിറ്റേന്ന് മുതലേ വൈദ്യുതി കിട്ടി. സപ്ലൈ ലൈൻ വെച്ച് ഇവിടെ ആളുകൾ പറഞ്ഞല്ലോ ആഷ്മി. വേറെ പോസ്റ്റിൽ നിന്ന് ഇവിടെ എല്ലാവരും ഫോഴ്സും എല്ലാവരും ഇവിടെ തങ്ങുന്നതുകൊണ്ട് അവർക്ക് വൈദ്യുതി നിർബന്ധമായതുകൊണ്ട് അപ്പുറത്തെ പോസ്റ്റിൽ നിന്ന് അങ്ങനെ ഇവിടെ പിന്നെ പള്ളിയൊന്നും പ്രവർത്തിയില്ലായിരുന്നു. പിന്നെ നേരെ പിറ്റേന്ന് മുതൽ തന്നെ നമ്മൾ വാഗ് കൊടുക്കാൻ ജമാഅത്ത് തുടങ്ങി. എല്ലാം സജീവമായി. പിന്നെ ആൾക്കാരെല്ലാം വന്ന സമയത്ത് അവർക്ക് എല്ലാ സഹായങ്ങളും വെള്ളം എല്ലാം ചെയ്തു കൊടുത്തു. വലിയൊരു ഓപ്പറേഷൻ. പിന്നെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഇവിടെ കടിച്ചിക്കുന്നുള്ള ഒരു പാർട്ടിയുണ്ട്. ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. ഒരുപാട് ഭക്ഷണം ഒരുപാട് ഉച്ചയ്ക്ക് 4-5 നല്ല ഭക്ഷണം. രാവിലെ 6-7 മണി മുതൽ തുടങ്ങും അവര്. 3 മണി വരെ 11 മണിക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും. ചോറ് അങ്ങനെ നാസ്ത എന്നെല്ലാം വേണം അതൊക്കെ അവർക്ക് കൊടുക്കും. പിന്നെ അത് ഇവിടെ ബാൻഡ് ചെയ്തപ്പോ ഇവിടെ കള്ളാടികളെ അവിടെ അവിടെ 10,000 ആൾക്ക് ഭക്ഷണം കൊടുത്തില്ല ഇവിടെ. പിന്നെ അത് സർക്കാരിന്റെ ബാൻഡ് പോയി. പിന്നെ അത് കുറച്ച് ജനങ്ങൾക്ക് എത്തിക്കായി. ഡ്രൈവറാണ്. അതായത് ദുരന്തത്തിൽ തൊട്ട് പിന്നാലെ മുതൽ കാണുന്നുണ്ട്. 3 ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. 3 ചളിയെന്ന് ഇവിടുന്ന് ഒരു കുട്ടിനെയും ഒരു സ്ത്രീയെയും പിന്നെ മേലെ ടി വിയിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. മേലെ പുഴ ചാടിക്കടന്ന ഞാനാണ്. പുഴ ചാടിക്കടന്ന് ഒരു 8:30 മണിയോടുകൂടി ഒരുത്തം കൈകൊണ്ട് ഇങ്ങനെ ഈ ചളിയിലാണ്ട് പൈരിക്കാണ്ട് കിടക്കുന്നതാണ്. അവനിപ്പോ എടുത്ത് ഞങ്ങളാണ്. ഏഷ്യാനിൽ വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് ഞാൻ 3 മണിയോടെ രാത്രി ഇവിടെ എത്തിയപാട് ഞാൻ സാറും കൂടി എത്തിയപാട് തന്നെ ഇവിടുന്ന് ഇയാൾ JCB വെച്ച് ഇവിടെ ചളി മാന്തിയായിരുന്നു. അന്നേരമാണ് ഇവിടുന്ന് ഈ ഒരാൾ പറഞ്ഞു ഇങ്ങനെ എന്റെ വീട്ടിൽ എന്റെ അച്ഛനമ്മയും കുടിയും കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു കിണറോ വലിയ കുയ്യോ കാര്യമോ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല. അപ്പൊ വൈ കാണിച്ചു തരാം. അവന്റെ വീട്ടിൽ പോകുമ്പോൾ വീട് പോയി. അവൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരു കുട്ടീനെ കിട്ടും. ഒരു 6 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ചളി തൊള്ളലൊക്കെ വൈകിട്ട് ഇങ്ങനെ കുറച്ച് പരിക്കായിരുന്നു. അവനെ ആംബുലൻസ് കയറ്റി വിട്ടു. അന്നേരമാണ് പറഞ്ഞത് രണ്ടാമത്തെ പൊട്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ തിരിഞ്ഞോടി. ആ ഓടുന്നത് ഞങ്ങളവിടെ തന്നെ നിന്നു. ഞാനും ഇവിടെ ഒരു വിജയേട്ടനുണ്ട് മിലിറ്ററി. ഞങ്ങളവിടെ നിന്നു. ഈ പീടിയിൽ ഒരു പെണ്ണുങ്ങളുണ്ട് ഈ ഇവിടെ സൈഡിൽ തന്നെ ഉള്ളത്. അപ്പൊ ഞങ്ങളെ ഷട്ടറൊക്കെ പൊഞ്ചു നോക്കുമ്പോൾ അതിലില്ല. അത് തിരിച്ച് ബാക്ക് പോയപ്പോൾ ചളിയുന്ന ഒരാളിങ്ങനെ ഒരു രൂപ ഇരുടാണല്ലോ. കൈ കൊട്ടുമ്പോൾ ഞങ്ങൾക്ക് മുടി കിട്ടി. വലിച്ചെടുത്തു. ആംബുലൻസ് കയറ്റി വിട്ടു. അതിനുശേഷം ഉണ്ടാവും അറിയില്ല. ആളൊന്നും വണ്ടി കയറ്റി വിട്ടാണ്. പിന്നെ ഇവിടെ ഉള്ള ഫസ്റ്റ് സ്കൂളിന്റെ ബേക്കിൽ വന്നപ്പോൾ ബോഡികൾ എടുക്കൽ തുടങ്ങി ഞങ്ങൾ. ഫസ്റ്റ് ഞാൻ തന്നെ ഒരുപാട് ബോഡികൾ എടുത്ത് അങ്ങനെ രാവിലെ അതിനെപ്പറ്റി ഇവിടെ ദശമാരി വന്ന വീടുകളിൽ ആളുകൾ ഇപ്പുറം കടത്തി പിന്നെയാണ് മേലെത്തുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്തു. ഫസ്റ്റ് റൗണ്ടിൽ എല്ലാം എടുത്ത് ഞങ്ങളായിരുന്നു. ഇവര് സന്തോഷം. ഇവിടെ നമ്മൾ വരേണ്ടി വന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിന്റെ ഒരു സങ്കടമുണ്ട്. ഞങ്ങളുടെ പേരെന്താ? എന്റെ പേര് മനോജ് നായർ. അങ്ങ് ഇബ്രാഹിം. ഞങ്ങള് ജമിയത്തുലമ ഹിന്ദിന്റെ ഇവിടെ സേവനമായിട്ട് വന്നതാണ്. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വന്നത്. ഞങ്ങൾ ഇവിടെ 10-20 ദിവസമായിട്ടുണ്ട്. ഇന്ന് 26 വീടുകളുടെ തറക്കല്ലിടലാണ് ആദ്യഘട്ടം. ഞാൻ അവിടുത്തെ മുൻ മെമ്പർ കൂടിയായിരുന്നു. നമ്മളെ സഹോദരനോടൊപ്പം കുറെ ആളുകൾ കൂടിയിട്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയതാണ് ട്രീ വാലി റിസോർട്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആളെ രക്ഷപ്പെടുത്താനും അവിടെ ഇവിടുന്ന് ഇരുത്തി രാവിലെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിക്കാനൊക്കെ പറ്റി. എന്തായാലും നമ്മളെ നാട് ഇല്ല.